ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. പക്ഷേ ഓണത്തിന് സരയു ഭ്രാന്താശുപത്രി തന്നെയാണ് കേട്ടോ. ഭ്രാന്താശുപത്രിയുള്ള സരയുടെ അടുത്ത് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, എന്ത് പറയാനാണ് ഡോക്ടർ, എല്ലാ വർഷവും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കായിരുന്നു എൻ്റെ മോള്. ഈ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെയായി പോയത്. ഇവളുടെ ജീവിതത്തിൽ മനോഹർ എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ വന്നു. അവൻ വെറുമൊരു മനോഹരല്ല, മനോഹരൻ എന്ന് അവൻ്റെ പേര്. അവൻ പെണ്ണുങ്ങളെ പറ്റിച്ച് വിവാഹം കഴിച്ച് അവരുടെ സ്വത്തുക്കളൊക്കെ കടന്ന് ഒരുത്തനായിരുന്നു. അവനെക്കുറിച്ച് സത്യങ്ങളൊക്കെ എൻ്റെ മോൾ അറിഞ്ഞു. അവൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ടാണ് അവനിപ്പോൾ ആശുപത്രിയിലാണ്. അതിനുശേഷമാണ് എൻ്റെ മോൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, സരുവിൻ്റെ അവസ്ഥ കുറച്ചൊരു അസുഖം മാറാൻ കുറച്ചൊരു സമയം എടുക്കും, പക്ഷെ എന്നാൽ തീർച്ചയായിട്ടും മാറും. പക്ഷെ അതിന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം, എപ്പോഴും കൂടെ തന്നെ ഒരാളുണ്ടാവണം എന്നൊക്കെ പറയാണ്. ശരി ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സരു പോകെ ആകെ ക്ഷീണം ആയിട്ട് വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയും. ഇടയ്ക്കിടയ്ക്ക് തന്നെത്താനെ ഉപദ്രവിക്കാൻ നോക്കും. ഇടയ്ക്ക് മറ്റൊരു മരുന്നൊന്നും കഴിക്കാണ്ട് തട്ടിത്തെറിപ്പിക്കുക, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ തന്നെയാണ് സരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം സരുവിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. ആകെ ഒരു ക്ഷീണം പോലെ, വല്ലാത്തൊരു തലകറക്കം പോലെയൊക്കെ തോന്നുകയാണ്. അപ്പോൾ ഷാരി വിചാരിക്കുന്നത് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മരുന്നും അതുപോലെ ഷോക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും സരു ഇങ്ങനെയാണെന്നാണ് ഷാരി വിചാരിക്കുന്നത്. പോകെ ഡോക്ടർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഫീമെയിൽ ഡോക്ടറെ വിട്ടിട്ട് സരുവിനെ ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സത്യവും കൂടി സരുവിനെ കുറിച്ച് ഡോക്ടർ ഷാരിയുടെ അടുത്ത് പറയണം. വേറെ ഒന്നുമല്ല, നമ്മുടെ സരു പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സത്യം. ഷാരി ശരിക്കും കുടുങ്ങിപ്പോകാട്ടോ. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഉള്ളത് അത് തന്നെ കിരണും കല്യാണിയും അതുപോലെ തന്നെ രൂപയൊക്കെ കൂടിയിട്ടാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞും കൂടി ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഭാവി? അതിനാരെങ്കിലും നോക്കോ? കിരണും കല്യാണിയും ഏറ്റെടുക്കുമായിരിക്കോ? അവർ ഇനി തന്നെ കൺമണി മോളെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കോ? അവരങ്ങനെ ചെയ്യില്ല. കാരണം അവർ നല്ല സ്വഭാവമുള്ളവരാണെന്ന് ഷാരിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സരു പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്ത ഷാരി ഞെട്ടിക്കൊണ്ട് തിരിച്ചറിയാണ്. ഈ സത്യം കിരണിനോടും കല്യാണിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അവർക്കും അത് വല്ലാത്തൊരു ഷോക്കാവാണ്. അതിനുശേഷം രൂപ എടുത്ത് പറയുമ്പോൾ രൂപ പറയുന്നുണ്ടെങ്കിൽ അവൾ നന്നായിട്ട് കെയർ ചെയ്യണം. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാകുമെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നന്നായിട്ട് സരുവിനെ കെയർ ചെയ്യാൻ പോകണം. ആ കെയറിങ്ങിൽ സരുയുടെ സ്വഭാവം പതുക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ കല്യാണി പറയേണ്ട, അച്ഛ അകത്ത് കയറി അച്ഛൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഈ ഓണക്കോട്ട് എടുത്തിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ കുളിക്കാൻ പോകുമ്പോഴേക്കും ലക്ഷ്മി അമ്മ കിരണിനോട് പറയേണ്ട, കിരണെ എന്നാലും ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. കല്യാണി മോള് ഇത് എന്ത് വിചാരിച്ചാ കിരണി കാണിക്കണത് എന്ന് ചോദിക്കുമ്പോൾ കിരണിനെ എന്ത് പറയണമെന്നല്ല കിരൺ പറയണ്ട, അമ്മക്കറിയാലോ ഞാൻ അവളോട് പറഞ്ഞതാണ്. പക്ഷെ അവൾക്ക് അയാളെ ഭയങ്കര വിശ്വാസമാണ് പ്രകാശന്. ആയിക്കോട്ടെ, ചിലപ്പോൾ അയാൾ നന്നായിട്ട് ഉണ്ടാവായിരിക്കാം, പക്ഷെ എങ്കിലും നമ്മൾ സൂക്ഷിക്കണ്ടേ മോനെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി നമ്മളൊന്ന് ഓക്കെ ആയിട്ട് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണത്. അതിനിടയ്ക്ക് ഇയാളെ പോലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓണം കുളം ആവുമെന്ന് മാത്രമല്ല നമുക്കൊരു സമാധാനവും കിട്ടില്ല എന്ന് പറയണം. അപ്പൊ രതീഷ് പണ്ട് ശാന്തിച്ചി എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യം അയാൾക്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശാന്ത വേണ്ട, അത്രയേ ഉള്ളൂ. ഞാനെന്തായാലും ആ പരിസരത്ത് അയാളെ കേട്ടത്തില്ല എന്ന് പറയാണ്. അത് ഞാനും നോക്കിക്കോളാം, അയാളെന്തായാലും മുറ്റത്ത് തന്നെ നിർത്തത്തുള്ളൂ, അകത്തേക്ക് എന്തായാലും നിർത്തുന്നില്ല. എന്തായാലും ഒരുമാതിരിയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ആവാനായല്ലോ, ഇനി പായസം മാത്രമല്ലേ ഉള്ളൂ. അതിൽ പെട്ടെന്ന് അയാളെ മായൊന്നും ചേർക്കാൻ വഴിയില്ല. ചിലപ്പോൾ മോനെ വേണ്ടിയിട്ട് അയാൾ ചിലപ്പോൾ ആദ്യത്തുള്ള കഴിക്കുകയും ചെയ്യും. കാരണം അയാൾ മരിച്ചാലും കുഴപ്പമില്ല, പെൺമക്കൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രകാശം മുമ്പ് ഉണ്ടായിരുന്നു. ആ പ്രകാശനോട് ഇപ്പോഴൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാത്തിലും ഒരു നോട്ടമൊക്കെ വേണം എന്ന് രതീഷ് പറയാണ്. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് ശാന്തമ്മ ചേച്ചി പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ പ്രകാശനാണെങ്കിൽ കുളിച്ച് റെഡിയായിട്ട് കല്യാണി മേടിച്ചു കൊടുത്ത ആ ഒരു ഓണക്കോടിയെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുവാ കേട്ടോ. അത് കാണുമ്പോൾ തന്നെ കല്യാണി ഷോക്കാവാണ്. അച്ഛൻ ഇപ്പോൾ പഴയ പോലെ ആയിട്ടുണ്ട്, അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയാണ്. അതേ മോളെ, ഞാൻ ശരിക്കും മാറി. ഇപ്പം ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഓണം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്നത്. ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ പെൺമക്കളുടെ കൂടെ ഞാൻ ഓണം ആഘോഷിക്കാൻ പോവാം. അതേ അച്ഛാ, എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു അച്ഛനെ ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ തിരുമേനിയും പറഞ്ഞു, അച്ഛൻ ഒരു നേരത്തെ ഓണസദ്യ കൊടുക്കാമെങ്കിൽ അതിനേക്കാളും വേറൊരു പുണ്യം ഇല്ലാന്ന്. തിരുമേനിനെ പറഞ്ഞുകൊണ്ടാണ് മോൾ എന്നെ വിളിച്ചത്. അല്ല അച്ഛനറിയാലോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മറ്റുള്ളവർക്കൊക്കെ അച്ഛനടുത്ത് ഇപ്പോഴും ചെറിയൊരു നീരസമുണ്ട്. അച്ഛൻ ഇനിയും എന്തെങ്കിലും ക്രൂരത കാണിക്കുമെന്ന് ഒരു പേടിയുണ്ട്. അതിന് അവരെ കുറ്റം പറയേണ്ട മോളെ, ഞാൻ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തു കൂട്ടിയത്. പാവത്തെ പോലെ നിന്നിട്ട് നിങ്ങളെയൊക്കെ വക വരുത്താനാണല്ലോ ഞാൻ നോക്കിയത്. പക്ഷെ ഇപ്പം അച്ഛൻ അങ്ങനെയല്ല മോളെ, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ടിരിക്കുക അച്ഛൻ. അതുകൊണ്ട് അച്ഛനൊരു കുഴപ്പമില്ല എന്ന് പറയാണ്.
കല്യാണി പറയണ്ട അച്ഛാ, അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അച്ഛൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ പറയണത്? നോക്ക്, എനിക്ക് എൻ്റെ അച്ഛനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. അച്ഛൻ, ഞാൻ അച്ഛൻ്റെ സ്നേഹം മതിയാവുള്ളൂ അനുഭവിച്ചോട്ടെ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയല്ലേ കേട്ടോ എന്ന് പറയാണ്. മോളെ, എനിക്ക് നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമൊന്നും ഇല്ലടി, ദൈവം ചിലപ്പോൾ അതിന് മുമ്പ് എന്നെ വിളിച്ചാലോ, അങ്ങനെയൊന്നും സംഭവിക്കില്ലതേ. അടുത്ത ആഴ്ച അച്ഛൻ്റെ കാലിന് സ്റ്റീലിടാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റിനാണ് കുറിച്ചിരിക്കുക. അത് മാത്രമല്ല, അച്ഛൻ്റെ ഒരു കിഡ്നി അവനെ കൊടുത്തിരുന്നല്ലോ, അത് എന്തായാലും വേറൊരു രീതിയിൽ അച്ഛനത് തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. മോളെ, നീ എന്തൊക്കെയാ ചെയ്യാൻ പോണത്? ഈ വയസ്സാം കാലത്ത് അതൊന്നും വേണ്ട മോളെ എനിക്ക്. അച്ഛാ, ഇത് ഞാൻ തീരുമാനിക്കുന്ന കാര്യമാണ്. അച്ഛനെ, കിരണേട്ടൻ്റെ അച്ഛനും അമ്മേനെയും രക്ഷപ്പെടുത്തിയില്ലേ, അതിൻ്റെ ആ ഒരു പ്രതിഫലമാണെന്ന് കൂട്ടിയാൽ മതി, അപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും മോളെ, ഇത്രയും പണം നീ എനിക്ക് വേണ്ടി ചെലവാക്കണ്ട. അച്ഛാ, ഞാനും എന്തിനാ ജീവിക്കണത്? എൻ്റെ കൂടെയുള്ള ഒരു സന്തോഷത്തോടെ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം നമുക്കില്ലേ? അതിനു വേണ്ടിയില്ലേ അച്ഛൻ നമ്മളൊക്കെ ജീവിക്കണത്? മറ്റുള്ളവരെങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതം അതൊക്കെയാണ് അച്ഛാ. എൻ്റെ അവസാനം വരെ എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എൻ്റെ ചുറ്റും ഉണ്ടാവണം, ആരോഗ്യത്തോടെ ഉണ്ടാവണം, അവർക്കൊരു ആപത്തും വരാതിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനും ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം. അങ്ങനെ കല്യാണി നമ്മുടെ പ്രകാശിനെ കൂട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് വരും കേട്ടോ. അതായത് ഓണപ്പാട്ടും ഓണത്തിൻ്റെ ഡാൻസും തിരുവാതിര ഡാൻസൊക്കെ കാണാൻ വേണ്ടി പ്രകാശിനെ ഉമ്മറത്തിന് ഒരു കസേരയിട്ട് കൊടുക്കുകയാണ്, അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ്. പ്രകാശിനെ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോഴേക്കും രതീഷ് പറയുന്നുണ്ട്, ദേ കടുവ ആളാകെ മാറിയല്ലോ എന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, അതെ അതെ, സ്വഭാവം മാറാതിരുന്നാൽ മതി എന്ന് പറയാണ്. കിരണേട്ട, വേണ്ട കിരണേട്ട, അതെ അച്ഛൻ പറഞ്ഞതാണ് വരുന്നില്ല എന്ന്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് അച്ഛനെ കാറിലേക്ക് കയറ്റിയത്, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയാണ്. ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണി കല്ലുമോനെടുത്ത് പ്രകാശിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പ്രകാശിന് ഭയങ്കര സന്തോഷമാണ്. കല്ലുമോനെ ആദ്യമായിട്ട് ശരിക്കും ഒന്ന് എടുക്കാൻ കിട്ടിയ അവസരം നമ്മുടെ പ്രകാശൻ നന്നായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ രതീഷിന്റെ കുഞ്ഞുണ്ട്, രണ്ടുപേരെ മാറി മാറി പ്രകാശൻ ഇങ്ങനെ എടുക്കുക കേട്ടോ. പിന്നീട് പ്രകാശനെ അവിടെ നിന്നിട്ട് നോക്കാൻ വേണ്ടി പറയാണ്. കല്യാണ ശേഷം അവിടെ എല്ലാവരും കൂടി തിരുവാതിര ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അത്തക്ക് പൂക്കളിടുന്നുണ്ട്, വടംവലി വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കസേരക്കളി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രകാശൻ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഈശ്വരൻ, ഇത്രയും വർഷം ഈ നല്ല കാഴ്ചകളൊക്കെ താൻ കാണാതെ പോയില്ല, തനത്തെ കണ്ണുപൊട്ടനായിരുന്നു, നല്ല പ്രായമൊക്കെ തന്നെ കടന്നുപോയി, ഈ കാഴ്ചകൾ കാണാൻ തനിക്ക് അന്ന് കണ്ണുണ്ടായില്ല എന്നൊക്കെ ആലോചിച്ച് പ്രകാശൻ ആകെ വിഷമിച്ച് കണ്ണൊക്കെ നിറയും കേട്ടോ. ഓണസദ്യ വിളമ്പുവാണ് നമ്മുടെ കല്യാണിയും, അതുപോലത്തെ കല്യാണിയല്ല നമ്മുടെ ദീപയും ലക്ഷ്മിയും കൂടി എല്ലാവർക്കും. അങ്ങനെ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ദീപ എടുത്തും അതുപോലെ തന്നെ ലക്ഷ്മി എടുത്തും പ്രകാശൻ ചോദിക്കേണ്ടി, ഞാൻ എൻ്റെ പെമ്മക്കൾക്ക് ഒരു ഉരുള ഓണസദ്യ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ദീപയും ലക്ഷ്മി അമ്മയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കല്യാണി പറയുന്നുണ്ട്, അതെന്തിനാ വെച്ചാൽ അച്ഛൻ അനുവാദമൊക്കെ ചോദിക്കണത്, അച്ഛൻ ഓണസദ്യ തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടെ, ഞങ്ങൾ 3 പേരും അച്ഛന് മുമ്പിൽ തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് പറയണം. അങ്ങനെ പ്രകാശന് ആദ്യത്തുള്ള ചോറ് ഉരുട്ടിയിട്ട് നമ്മുടെ കാർത്തികക്ക് കൊടുക്കണം. എൻ്റെ ആദ്യത്തെ മോള്, ഞാൻ അറിഞ്ഞു പോലും എൻ്റെ മോള് ജീവനോടുണ്ടെന്ന്, അപ്പം മോൾക്ക് തരാണ്. പിന്നെ കാദംബരി, ഇത്തിരി സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവൾക്ക് മാത്രമാണ്, ഇവിടെ കാദംബരിക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം കല്യാണി, ഞാൻ ഇതുവരെ അംഗീകരിക്കാത്ത എൻ്റെ മോള്, എന്നെ ഒരുപാട് വേദനിപ്പിച്ച എൻ്റെ പൊന്നു മോള്, ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ മോൾക്ക് ഇന്നാന്ന് പറഞ്ഞിട്ട് കല്യാണിക്കും കൊടുക്കുന്നത്. കല്യാണിയുടെ കണ്ണ് നിറയായിട്ട് അച്ഛനും മോള് ശരിക്കും സ്നേഹം ശരിക്കും നിറഞ്ഞു കാണിക്കുന്ന ഭാഗമാണത്. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പ്രകാശൻ ഇറങ്ങാൻ വേണ്ടി റെഡിയാവാം കേട്ടോ. കല്യാണി പറയണ്ട, അച്ഛൻ എവിടേക്കാണ് പോകണത്? ഞാൻ കടത്തിനെ തന്നെ. വേണ്ട അച്ഛൻ ഇപ്പോൾ കടത്തിനെ പോകണ്ട, ഞാൻ നമ്മുടെ ഓഫീസിന് അവിടുത്തെ ഒരു ചെറിയൊരു റൂം പോലെയുണ്ട്, പെട്ടെന്ന് ഇതിലൊക്കെ ആവശ്യം വരുമ്പോൾ വെച്ചേക്കുന്ന റൂമാണ്, അച്ഛൻ അവിടെ തങ്ങിക്കോ. അയ്യോ അതൊന്നും വേണ്ട മോളെ, അവിടെ തങ്ങിക്കോ വെച്ചാൽ അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നീട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കട്ടെ, അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കയറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിന് സേഫ് ആയിട്ടുള്ളത് കല്യാണി മാറ്റാണ്. ഇവിടെ കാണാൻ പോണത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നും നാളെ എപ്പിസോഡില്ല, ഇനി മറ്റന്നാളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ ബൈ.